ഇതങ്ങ് ചെയ്തിട്ട് അല്ലേ പിന്നീട് വേണം. അത് അവളെ അതാണ് സാമ്പിൾ ഇപ്പം തന്നെ കൊടുത്തിട്ട് 100 എണ്ണം എടുപ്പിച്ചു കേട്ടോ. അതാണ് കറക്റ്റ് സാധനം. നമുക്ക് സ്റ്റോക്കില്ല, 2.1 ഉള്ളത്. ഓക്കെ, ഇപ്പം സമയമില്ല, 1 മാസം കഴിയും. ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർ കഴിഞ്ഞ ദിവസം ഒരു പുള്ളി നിങ്ങൾ വീഡിയോ കാണിച്ചിട്ട് ഞങ്ങളെ കാണിച്ചിട്ടാന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. അപ്പോൾ അവർ അതിനന്നേരം കോപ്പിറൈറ്റ് അടിച്ചു. സാറ് കരാക്കയല്ല പാടിയത്. കരാക്ക പാടി കഴിഞ്ഞപ്പോഴത്തേക്കും കോപ്പിറൈറ്റ് വന്ന് ബ്ലോക്ക് ചെയ്യും. യൂട്യൂബ് ഭയങ്കര നോട്ടമാണ്. ചിലപ്പോൾ നമ്മൾ ഇട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പം ബ്ലോക്ക് ചെയ്യും. ആ വീഡിയോ തന്നെ ബ്ലോക്ക് ചെയ്ത് പറ്റും. നമുക്കത് ഒത്തിരിയാണ് അങ്ങനെ വരുന്നത്. നമുക്ക് పెట్టండి విని സോണിയൊക്കെ എപ്പോഴും ഫോളായി. വിദേശത്ത് പോയി നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ സെറ്റിൽ ആവുന്നതുകൊണ്ടാവട്ടോ. ചുമ്മാ കിടക്കും, ആരും ഉപയോഗിക്കാൻ, ആര് താമസിക്കാൻ. ആ വലിയ വലിയ വീടാണേ. ഒരു 1-2 പേർക്ക് പോയി താമസിക്കാൻ പേടിയാവും. പണ്ടൊക്കെ വീട് വെക്കുക ഭയങ്കര വലുപ്പത്തിൽ അങ്ങ് വെക്കുവാണ്. വെറുതെ ലക്ഷങ്ങളും കോടികളും. 2,750 തന്നാൽ മതി. 2,700. ആ ഇച്ചിരി സമയം എടുക്കും, ചെയ്താൽ മതി. ആ തട്ട് നിറച്ചതായിരിക്കും സ്പീക്കർ.
ആ ശരി, ഇത് മിനി എന്നെ ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചോണേ. ഇത് 220 ഉണ്ട്. നല്ല സ്പീക്കർ അല്ലെങ്കിൽ സ്പീക്കർ കരിഞ്ഞു പോകും, അത് ഓർത്തോണം. മൈക്കുള്ള ഇപ്പോൾ അവർക്ക് കൊടുത്തേ അതുണ്ട്. മൈക്കുള്ളതാണോ വേണ്ടത്? അതാണെങ്കിൽ പിന്നെ പവർ കുറവാണ്, പക്ഷേ മൈക്ക് ഉപയോഗിക്കാം. ഇത് മൂന്ന് പർപ്പസാണ്. നോർമലായിട്ടൊരു പാട്ട് കേൾക്കാൻ അത് മതി, പിന്നെ ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കാൻ ഇത് വേണം. ഇനി മൈക്ക് കൂടെ പാടണമെങ്കിൽ അത് വേണം. മൈക്കിൻ്റെ സൗണ്ട് സാറ് കേട്ടില്ല, വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുമോ? അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ 2 സബ്വൂഫറും വെക്കാമെന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ സ്പീക്കർ ഒന്ന് കാണിച്ച്. സ്പീക്കർ കൊള്ളാവുന്നേ വെക്കാവുള്ളേ, അല്ലെങ്കിൽ വാട്സ് കൂടിയെന്ന് ഓർത്ത് എഫക്റ്റ് കൊടുത്ത് പെട്ടെന്ന് കൊടുത്തു. നിങ്ങളുടെ സ്പീക്കർ തന്നെ ഒന്ന് ഇതേ കൊടുക്കാൻ ഉദ്ദേശിച്ച സ്പീക്കർ ഒന്ന് കാണിക്കോ? ആ, ഒരു മിനിമം 100 വാട്ട്സ് എങ്കിലും RMS ഉള്ള സ്പീക്കർ കൊടുക്കണം അതിന്. മിനിമം 100 എങ്കിലും. 220 ഇല്ലേ അതുകൊണ്ടാവും. ആ സോണിയുടെ ആ സ്പീക്കർ പോലും താങ്ങല. സോണിയുടെ 420 എന്ന് എഴുതിയിരിക്കുന്ന സ്പീക്കറില്ലേ, അത് ശരിക്കും 60 വാട്ട്സേ ഉള്ളൂ. അത് താങ്ങാലോ. എല്ലാത്തിനും RMS കുറവല്ല, ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നല്ലേ. ഇത് റിയലായിട്ട് RMS ഉണ്ട്. ഇത് 38 വോൾട്ട് 12 ആമ്പിയർ കറണ്ടാണ് കൊടുക്കുന്നത്. സ്പീക്കർ എപ്പോൾ കരിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇപ്പം പ്രൊട്ടക്ഷൻ ഉണ്ട്. അവർ തന്ന വയറിനേക്കാളും നല്ല വയറാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇത് സബ്വൂഫറിനായതുകൊണ്ട് സബ്വൂഫറിന്റെ കറണ്ട് കൂടുതൽ ഒരു ഒരെണ്ണം തരാൻ വേണ്ടി വരാൻ പറ്റും പ്ലീസ്. ഒക്കെ കുഴപ്പമില്ല. സ്ലീവ്ലെസ് ഡ്രസ്സോ ബെർമൂഡ ഒന്നും ഇട്ട് ആരും പള്ളി വരരുത്. പള്ളി വരുന്നതിന് ഒരു ഡ്രസ് കോഡുണ്ട്, അതൊക്കെ ഇട്ട് വരണം. ടീഷർട്ട് കഴുത്തില്ലാത്ത ഷീർട്ടൊക്കെ ഇട്ടല്ല വരണ്ട. എവിടെയാണ് പറഞ്ഞെന്നും പറയാം, ഭരണങ്ങാനം പള്ളിയിലാണ് പറഞ്ഞു. അത് വളരെ മോശമാണ്, ഇങ്ങനെ പള്ളി വരരുത്, ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിൽ. അപ്പം അത് പറഞ്ഞാൽ ഈ പിള്ളേർ കേൾക്കുമോ? അവർ പള്ളി പോക്ക് വേണ്ടാന്ന് നോക്കും. വേറെ കാര്യമൊന്നും നടക്കില്ല. പള്ളിയിലോട്ട് പോയല്ലേ കുഴപ്പമുള്ളൂ, വേണ്ടാന്ന് നോക്കും. അതുകൊണ്ടാണല്ലോ വിദേശ രാജ്യത്തൊക്കെ പല പള്ളിയും അടച്ചു പോകുന്നത്. അപ്പം ക്ലിയർ ആയില്ലേ മറുപടി? ഇത് ചൂടൊന്നും ചാകത്തേ ഇല്ല. എന്നാലും അവർ ഇതെന്നാന്ന് പറയും, ഉള്ള കാര്യം സാറിന് പറയാം. ഇതിൻ്റെ ബോർഡ് വരുന്നത് USA എന്നാണ്. ഈ കവർ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന, സ്ക്രൂ വേറെ ഉണ്ടാക്കുന്ന, തകിട് വേറെ ഉണ്ടാക്കുന്ന, ഈ പെട്ടി വേറെ ഉണ്ടാക്കുന്ന, പവർ സപ്ലൈ വേറെ ഉണ്ടാക്കുന്ന, ഈ നോബ് വേറെ മേടിച്ചതാണ്, അത് ഇട്ടിരിക്കുന്ന നട്ട് വേറെ മേടിച്ചതാണ്. എല്ലാം കൂടെ പല ആൾക്കാരുടെ നിന്ന് മേടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന. മനസ്സിലായില്ലേ? മതി. അതിപ്പോൾ കൈ കിട്ടുന്ന ഓർത്ത് ഷോക്ക് അടിക്കുമോ? അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. ചൂടാവുമൊന്നുമില്ല. ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നതിൻ്റെ വലിയൊരു പ്രശ്നമില്ല. വെള്ളം അല്ലെങ്കിലും വീണാൽ പോവും. വെള്ളം വീഴിക്കല്ലേ. അതുപോലെ തന്നെ ഈ സാധനം നമുക്ക് പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ പെട്ടിക്കകത്തിരുന്നാൽ മതി. ഇതിൻ്റെ എല്ലാ കൺട്രോളും നമുക്ക് മൊബൈലിൽ കിട്ടും. മൊബൈലിലാണ് ഇതിൻ്റെ കൺട്രോൾ കിട്ടുന്നത്. ഈ സാധനം ആരെയും കാണിക്കുക പോലും വേണ്ട. വോളിയം നമുക്ക് കൂട്ടാം, ഈക്വലൈസർ നമുക്ക് കൂട്ടാം. അത് മാത്രം പുറത്ത് കാണിച്ചാൽ മതി. ഇതാരാ ഈ സൗണ്ട് പുറപ്പെടുവിക്കുന്ന പോലും അറിയേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മളൊരു പെൻഡ്രൈവ് കുത്തുവാണെങ്കിൽ ആ പെൻഡ്രൈവിൻ്റെ കൺട്രോൾ വരെ നമ്മുടെ മൊബൈലിൽ പാട്ടിൻ്റെ ലിസ്റ്റ് വരും. അത് നോക്കി ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്താൽ മതി. പണ്ട് നമ്മൾ ഡിസ്പ്ലേ കാണുന്നതിന് പകരം ഇതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത് മൊബൈലാണ്.
ഇഞ്ച് സാറിനെ വിട്ടേക്കാം. ഈ ആംപ്ലിഫയർ മതിയല്ലോ, ധാരാളമല്ലേ. അതാ മതി. അല്ല ഇത് നല്ല സുഖമാണ്. ഇത് മൈക്ക് തരാം. എടാ ഉണ്ട് കഴിഞ്ഞോടാ. ഒരു ആപ്ലിക്കേഷൻ ഇട്ട് കൊടുത്താൽ മതി. ആപ്ലിക്കേഷൻ ഇട്ട് പെൻഡ്രൈവ് ഓഫായോ? പോട്ടെ. അത് ലൈറ്റ് കത്തിയോ? ഉണ്ട്. ഹലോ, അത് ഒരു കുത്തിക്ക് മൊബൈൽ ബ്ലൂടൂത്തിലോട്ട് പോയെന്ന് തോന്നുന്നു. ആ ഹലോ ഹലോ, അതാണ് ഓട്ടോമാറ്റിക് സ്വിച്ചിങ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മൈക്ക് കുത്തിയാൽ മൈക്കിലോട്ട് പോകും, അല്ലെങ്കിൽ ഇത് ഊരി കഴിഞ്ഞാൽ അന്നേരം ബ്ലൂടൂത്ത് ഓണാണ്, ബ്ലൂടൂത്തിൽ പോവും. പെൻഡ്രൈവ് കുത്തിയാൽ പെൻഡ്രൈവിലേക്ക് പോകും ഓട്ടോ. പക്ഷെ ആ ആപ്ലിക്കേഷൻ കിട്ടിയാൽ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. അതെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈക്വലൈസർ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ കുത്തുന്ന പെൻഡ്രൈവിലുള്ള മുഴുവൻ പാട്ടും അത് കാണിക്കും. നമുക്കത് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. നല്ല മൈക്കല്ലേ? ഓക്കെ, അതിങ്ങോട്ട് മൈക്ക് തിരിച്ചു വെച്ചിട്ടാണ് ബിസിലടിക്കുന്നത്. സാറൊരു പാട്ട് പാടുമെന്ന് തോന്നുന്നു അല്ലേ? ഒരു ചെറിയൊരു മണം വരുന്നുണ്ട്. നാണമൊന്നും വിചാരിച്ചില്ല. ലോകം നിങ്ങളെ കാണട്ടെ. ലോകം നമ്മളെ കാണും. ഒരു പാട്ട് പാടിക്കുക, ചുമ്മാ ഒരു പാടിയാൽ മതി. മറ്റേ സോമൻസിന്റെ പരസ്യം പോലെ ലോകം നിങ്ങളെ കാണട്ടെന്ന്. നമ്മൾ ലോകം കാണുമല്ല. കരാക്കയായിട്ടൊന്നും പാടണ്ട. നമുക്ക് ആ നാച്ചുറൽ പാട്ട്. കരാക്ക വേണേ ഇതേ പറ്റിയല്ല, മറ്റേ മൈക്കല്ലേ പറ്റുള്ളൂ. അത് നമുക്ക് ആ മൈക്കല്ലേ നിങ്ങൾ എടുക്കുന്ന. അപ്പൊ അതായത് കരാക്കയായിട്ട് പാടാം. കരാക്കയാണല്ലോ പാടുള്ളൂ. ഓക്കെ. അല്ല, ചിലരങ്ങനെ പാടി പഠിച്ചവർക്ക് അതേ പറ്റുള്ളൂ. എന്തേടാ നീ ഇത് കൊടുക്കാൻ പോയ? കമോൺ. അതെ അതെ, പെട്ടെന്ന് ഇവിടെ ഒരു മരച്ചോട്ടിൽ കാത്തു നിൽക്കുന്നു. അത് ബാക്കിയുള്ള ചെയ്ത് കൊടുത്തു. നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടവറിന്റെ കീഴിൽ ഹലോ, ഇത് നല്ല മൈക്കല്ലേ? മറ്റേ ആ ചുമന്ന മൈക്കിനേക്കാളും നല്ല. ഹലോ ഹലോ, ഈ മൈക്കിന് ഇവിടെ ഓളിയും കൂട്ടാം. ഇതിനകത്ത് ഓളിയുണ്ട്. അത് ഫുള്ളാണ് കിടക്കുന്നത്. കുഴപ്പമില്ല. പിന്നെ ഓരോ പ്രാവശ്യം ഓഫ് ചെയ്യുമ്പോഴും ചാനൽ മാറും, ഫ്രീക്വൻസി മാറും. ഇപ്പോൾ വേറെ ആരെങ്കിലും ഫോണിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മൈക്ക് കണക്ട് ആവാതിരിക്കുക. അല്ലേ? കാണിച്ചു കൊടുത്തേ. പെൻഡ്രൈവ് കുത്തി തരാം. പെൻഡ്രൈവ് കുത്തുമ്പോൾ പെൻഡ്രൈവിന്റെ ലിസ്റ്റ് അതിനകത്ത് വരും. ഇപ്പൊ പാടുന്ന പാട്ട് മാറ്റിക്കോ. അവിടെ വെച്ച് തന്നെ മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് അവിടുന്ന് മാറ്റാം. വയറില്ല. വയർ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, തീർന്നു പോയാ. മൈക്കിൻ്റെ കോഡ് വയർ ഓക്കെ ഇല്ല. സ്പീക്കർ വയർ തരാം. അത് എത്ര വേണം തരാം. അപ്പോൾ ഇത് മതിയല്ലോ. 12 വോൾട്ട് ഇതിൻ്റെയോ? ഇനി ഇതെല്ലാം അരിക്കണം നടപടിയില്ല. അത് ആദ്യമേ ചെയ്ത് ഇരിക്കുന്ന അങ്ങ് തീർന്നുകൊണ്ടിരിക്കുന്ന രംഗമായി കാണുന്നത്. ഇനി ഇന്ന് എടുക്കാതിരിക്കാൻ നല്ലത്. നിങ്ങൾ വേറെ 12 വോൾട്ട് ചെയ്യുന്ന നല്ലത്. കാരണം ഈ പവർ സപ്ലൈ എന്തെങ്കിലും കാരണം വെച്ചാൽ ആ 12 വോൾട്ട് ഷോർട്ടാകുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ പവർ സപ്ലൈ അത് ബാധിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇത് കൊടുത്തിട്ട് കട്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു.
അപ്പോൾ ഇത് 50 അല്ലെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. പവറുണ്ട്, ശരിക്കും പവറുണ്ട്. മൈക്കിൻ്റെ വോളിയം എക്കോ, സബ്വൂഫർ വോളിയം. ഈ സബ്വൂഫറിൻ്റെ ഫ്രീക്വൻസി ഇച്ചിരി താഴത്തിട്ട് വെച്ചാൽ മതി. കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര തള്ളിച്ചാണ് സബ്വൂഫർ. നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ തള്ളിച്ചാണ്. ഇനി ഇതിൻ്റെ കൂടിയതുണ്ട്. ആ, എൻ്റെ ആവശ്യമില്ല, ഇത് കറക്റ്റാണ് ഇതിന്. ആ, നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ആ കട ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ പോയ? ആ, താങ്ക്. ഒരു പാട്ടിട്ടെ. കട തുടങ്ങിയിട്ട് 38 വർഷമായി. യൂട്യൂബ് തുടങ്ങിയിട്ട് 2 കൊല്ലമായി. അല്ലല്ല, യൂട്യൂബ് ഞാൻ തുടങ്ങി അതുകൊണ്ടൊന്നുമല്ല. ഞാൻ തുടങ്ങിയത് ഞങ്ങൾ സർവീസ് ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ പിടിച്ചിരുന്നുണ്ട്. സോണി ന്യൂടിപ്സ് മലയാളം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിൽ എൻ്റെ മൊബൈൽ ഞാനല്ലാതെ ഞാൻ ചെയ്യുന്ന മുഴുവൻ വർക്ക് 1800 വീഡിയോ ഉണ്ട്. പക്ഷേ നമ്മൾ മുഖം കാണിക്കാതിരുന്ന വീഡിയോയ്ക്ക് അത്ര ഇത് കിട്ടും, നാളെ അത്ര ഇതാകുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു ട്രാവൽ പോകാൻ വേണ്ടിയിട്ട് ആണോ. ആ, ബ്ലൂടൂത്തുമായിട്ട് ലിങ്ക് ആയിരിക്കും. ആ, ബ്ലൂടൂത്ത് എന്നൊരു പാട്ടുണ്ട്. ആ പണിയും കൂടെ തീരും. ഏതോ പേരായിട്ട് നിൽപ്പുണ്ട്. എന്നാ റിമോട്ടാ ഇപ്പം എൻ്റെ ചള്ളം ഇത്. ഏത് കമ്പനി ഏത്? എടുക്കാം നോക്കട്ടെ. എടുത്ത് പാടുന്നുണ്ട്. അപ്പോഴിങ്ങനെ പാടുന്നില്ല. ആ, പാടുന്നുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് പാടി. അതാ പഴയ പാട്ട്. ഇത് വലിയ അർത്ഥമൊന്നും അറിയത്തില്ലാതെയാണേലും ഞാൻ വീട്ടിലിരുന്ന് കേട്ടിട്ട് പണ്ട് ചെറുപ്പം പോലെ കേൾക്കുന്ന പാട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ താളമൊക്കെ നമുക്കറിയാം, പറഞ്ഞ് മനസ്സിലായില്ല. അങ്ങനെ കുറേ പാട്ടുകളുണ്ട് പണ്ടത്തെ റെക്കോർഡ്. EMI മാസ്റ്റേഴ്സ് വോയിസ്. അപ്പോൾ ഇത് ബാക്കി ഇവരെ വിട്ട് നമുക്ക് പരിപാടിയിലേക്ക് പോകാം.
വേറെ ബ്ലൂടൂത്ത് ഇടിച്ചു. ഒരു ബ്ലൂടൂത്ത് ഇട്ടോ മോനെ, ഏതെങ്കിലും ചുമ്മാ ഇട്ടോ. നിങ്ങളുടെ ഒരു ബ്ലൂടൂത്ത് YS ഓഡിയോ എന്നോ അങ്ങനെ ഉണ്ടാവും. നിനക്ക് ഓർമ്മയുണ്ടോ? कितने रंग आते जाते हैं आपके दो रुखसारों पर, और कितने रंग आते जाते हैं आपके दो रुखसारों पर। एक हया का रंग गुलाबी, धूप चढ़ी कोसारों पर। कितने रंग आते जाते हैं आपके दो रुखसारों पर। हर एक अदा मासूम है, हर एक अदा मेहरबान, मेहरबानियां मेहरबानियां अजी मेहरबानियां, बड़ी मेहरबानियां, मेहरबानियां है मेहरबानियां अजी मेहरबानियां, बड़ी मेहरबानियां। रात की बात है मेरे ख्वाब की, आधी रात को हाँ जरा जरा सा हल्का, जरा जरा झलका आसमां पे रात को खौफ है या पूरा चांद था। आधी रात को हाँ जरा जरा सा हल्का, जरा जरा झलका। कितने रंग आते जाते हैं आपके दो रुखसारों पर। हर एक अदा मासूम है, हर एक अदा मेहरबान, मेहरबानियां मेहरबानियां अजी मेहरबानियां, बड़ी मेहरबानियां, मेहरबानियां मेहरबानियां अजी मेहरबानियां, बड़ी मेहरबानियां। किसको होश है किसको इश्क में दिल मदहोश है। रे बड़े आंख कहीं, रे बड़े पाँव कहीं, मदहोशी में होश है। आप है मेरे सामने, अरे मुझको थाम लो जरा। रे बड़े आंख कहीं, रे बड़े पाँव कहीं, और कितने रंग आते जाते हैं आपके दो रुखसारों पर। हर एक अदा मासूम है, हर एक अदा मेहरबान, मेहरबान ബീറ്റ് ആപ്പാണോ? ബീറ്റ് ബീസ്റ്റ് യെസ് യെസ് യെസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ എൻജിൻ 2+, ഓഡിയോ എൻജിൻ 2+ൻ്റെ സ്പീക്കർ ബോക്സ്. ഇപ്പം നമ്മൾ കാണുന്നത് ക്രോസ് ഓവർ നെറ്റ്വർക്കാണ്. അതായത് ക്രോസ് ഓവർ എന്ന് പറയും, നെറ്റ്വർക്ക് എന്ന് പറയും, ഫ്രീക്വൻസി ഡിവൈഡ് എന്ന് പറയും, കൂടാതെ ഫിൽട്ടർ നെറ്റ്വർക്ക് എന്നും പറയും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നുണ്ട്, അത് ക്രോസ് ഓവർ അല്ലേ? അപ്പോൾ ക്രോസ് ഓവർ അല്ല, ഫിൽട്ടർ ഡിവൈഡർ, അങ്ങനെ പല പേരുകളിലും ഇവൻ അറിയപ്പെടും. എങ്ങനെ അറിയപ്പെട്ടാലും നമ്മുടെ സ്പീക്കറിനും നമ്മുടെ ട്യൂട്ടറിനും സെപ്പറേഷൻ കൊടുത്തിരിക്കുന്ന ഒരു കോയിലും ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്റൻസുമുള്ള ഒരു പ്രത്യേക തരം ജീവി, അത്രേ ഉള്ളൂ.
അതിന്റെ ആളൊക്കെ അരച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് കളയും. അതെന്തിനാണ് അത് പറഞ്ഞില്ലേ അതിലെ പറിച്ചു കളവാണ്. നടക്കെ ഇരുന്ന് ചിലമ്പിച്ച് അരമ്പുണ്ടാവും. വയറ് കട്ട് ചെയ്താൽ കൂട്ടാമല്ല. ഇപ്പൊ മേള് കാണിക്കുന്നുണ്ടോ? മേള് കേൾക്കുന്നുണ്ടോ? സ്റ്റെപ്പ് ഊരി വിട്ടാൽ മതി. ഇനി അടുത്തത് കറി ഇത് റെഡ് മതിയേ. ഇനി അടുത്ത പെട്ടെടുക്കും. അതെ ഒരെണ്ണം മാത്രമായിട്ട് കൊടുക്കാം. LG ഇത് അതിൻ്റെ ഇതും കൂടെ LG ആണ്. LG ആ മതി. അവിടെ തന്നെ കുത്തിയാൽ മതി. അവിടെ കുത്തിയാൽ മതി. ചെറിയ പിന്നെ ആ ചെറുതാക്കുന്ന വേണോ? വലുത് ചെറുതാക്കുന്ന വേണോ? നീ പോയി ഭക്ഷണം കഴിച്ചു. അപ്പോൾ കഴിഞ്ഞ ചേച്ചി ഇവരെ വിട്ട് പുള്ളിയെ വിട്ടാരേ. വെളിച്ചം കിട്ടും. അതിന് നേരെ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു ചാനലായി. സബ്വൂഫർ നേരെ കൊടുത്താൽ മതി, സബ്വൂഫറായി. പിന്നെ അതുപോലെ തന്നെ അടുത്ത രണ്ട് സ്പീക്കറും എടുത്ത് പോസിറ്റീവ് നെഗറ്റീവും കൂടെ ഇൻസുലേറ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് മിച്ചം വരുന്നതിനെ ഇതിൽ കൊടുക്കുക. അപ്പോൾ 4 സ്പീക്കറും സബ്വൂഫറും ഇതുപോലെ വർക്ക് ചെയ്യും. നല്ല
इन टुकड़ा टुकड़ा यादों में अपना कौन सा हिस्सा है ഫ്രണ്ട്സ്, ഇതുപോലത്തെ ഒത്തിരി സെറ്റുകൾ നമ്മുടെ വീടുകളിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേ ഇല്ലാതെയും വർക്ക് ചെയ്യാതെയും ഒക്കെ ആയിട്ട് ഒത്തിരി സെറ്റുകൾ ഇരിപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ സ്പീക്കറുകൾ അടിപൊളി സ്പീക്കറുകളാണ്. അന്ന് സോണിയുടെ ഇത്. അപ്പോൾ ഈ സെറ്റുകൾ നന്നാക്കാൻ മേലാതെ ഒത്തിരി പേര് ഇങ്ങനെ സ്പീക്കറും ഒക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ആംപ്ലിഫയർ ഉണ്ട്, ഒരു ചെറിയ ആംപ്ലിഫയർ. ആ ആംപ്ലിഫയർ കണക്ട് ചെയ്ത് ഒരു സബ്വൂഫർ പോലും ഇല്ലാതെ അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇതൊന്ന് കാണിക്കുവേത് അതിൻ്റെ പാട്ടൊന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കിയോ. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നിർത്തും. ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ഒരു സബ്വൂഫറും കൊടുക്കാതെ ഈ 2 സ്പീക്കറുകൾ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ.